ഹലോ ഗായ്സ്, നമ്മുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം അതും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പോവാണ് ഞങ്ങൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതെ, ബൺ മസ്കും ഇറാനി ചായയും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് മാമൻ്റെ മക്കൾ വന്നായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും ഞങ്ങളെല്ലാവരും ബൈക്കിലാട്ടോ പോയത്, ഇവമോളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങൾ പോയത് നമ്മുടെ സ്വന്തം പാലത്തുമ്മലേക്ക് പോയിട്ടോ. രണ്ട് ഷോപ്പിലും നല്ല തിരക്കായിരുന്നു. ഇവിടെ ബൺ മസ്ക് കിട്ടുന്നില്ല, അപ്പം നമ്മൾ അപ്പുറത്തോട്ട് പോയിട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്, ചായയൊക്കെ കുടിക്കാൻ വന്നിരിക്കാൻ പറ്റിയ സ്പോട്ടുമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറ്റിയാടി പുഴയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പുഴേൻ്റെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ നല്ല തിരക്കാണ്, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് താഴോട്ട് നോക്കിയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ വന്നപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അവിടെ പുഴയാണ് അടിയിൽ. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കയറിയാണ് ഞങ്ങൾ ഇരിക്കുകയും ചെയ്തത്. നല്ല രസമില്ല ഈ സീറ്റൊക്കെ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച അടി നല്ല സെക്യൂറായിരുന്നു. പക്ഷേങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ ലാസ്റ്റ് ഇരുന്ന് നല്ല അടിപൊളി നമ്മുടെ മസ്ക് ബണ്ണും അതുപോലെ തന്നെ ഇറാനി ചായയും കുടിച്ചിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നല്ല മിൽക്ക് മെയ്ഡും ബട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ബണ്ണ് റെഡിയാക്കാൻ. കണ്ടോ ഇതിൻ്റെ അവിട്ടി ഭാഗം കണ്ടോ. അപ്പം നമ്മളിവിടെ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു തോണിയിൽ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നിന്ന് പിന്നെ മാമൻ്റെ മക്കൾക്ക് അങ്ങ് പോവുകയും വേണം അവരെ വീട്ടിലോട്ട്. ഞങ്ങൾ വീട്ടിലോട്ട് ഇനി വരുന്നില്ല. അങ്ങനെ സന്ധ്യ സമയത്തുള്ള വ്യൂ ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അഫ്സൽക്കയും ടീമും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിനടുത്താണ് ഇവർ. അപ്പോൾ അവർ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ അവരിവിടെ ഇരുന്ന് ചായ പിടിക്കുന്നു. അങ്ങനെ അവരെ വീഡിയോ എടുത്ത് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട്. അപ്പോൾ ടാറ്റാ ബൈ.